വേഗത്തിൽ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാനുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. രണ്ടാമത് നമുക്ക് വീണ്ടും വായിക്കാം. 1 കൊരിന്ത്യർ 10:13 നമുക്ക് വായിക്കാം. ഒരു കാര്യം കൂടെ നമ്മള് ഈ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആകത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കുക. നമ്മൾ വായിക്കുന്ന 91 സങ്കീർത്തനത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ അവരുടെ നാമത്തെ അറിയാൻ ഞാൻ അവനെ. നമുക്കറിയാം, ഞാൻ പറയട്ടെ, നമ്മുടെ വേഷം കൊണ്ടോ, കുടുംബ മഹിമകൾ കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, സമൂഹത്തിലുള്ള സ്വാധീനം കൊണ്ടോ, നമ്മുടെ നിറം കൊണ്ടോ, നിറം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകമായ അധികാരം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും നമുക്ക് ആരെ ജയിക്കാൻ പറ്റിയല്ല, ദുഷ്ടനെ ജയിക്കാൻ പറ്റില്ല. ഞാനൊരു തെളിവ് പറഞ്ഞുതരാം. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം നമുക്ക് വായിക്കാം. 19-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. 17 തൊട്ട് വായിക്കാം. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. അതിന് മുമ്പുള്ള വാക്യം 15 വരെ തോന്നുന്നു. ഇതായത് മഹാപുരോഹിതനായ സ്കേവ എന്നൊരാളുടെ മക്കൾ. അത് 15-ആണോ 16-ആണോ? മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. Then who are you? നിങ്ങൾ ആരാണ്? പിന്നെ അടുത്ത വാക്യം, ചാടി വീണ് അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ ഓടിപ്പോയി. ഇത് സംഭവിച്ചിട്ടെന്നറിയാമോ? ഒരു വീട്ടിലെ അതിന്റെ മുമ്പുള്ള ചില 15-ാം വാക്യം പോലെ തോന്നും. മുമ്പുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോ എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ഉച്ചരിപ്പാൻ തുടങ്ങി. യേശുവിന്റെ നാമം ഉച്ചരിച്ച് ഒരു വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യാൻ പോവുക? അവര് പിശാചിനെതിരെ പ്രാർത്ഥിക്കുക, നടക്കുവോ? അവിടെ സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനിൽ പിശാച് ബാധിച്ചിട്ട് ആ വീട്ടിൽ ചെന്നവര് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിലെ പിശാച് ബാധിച്ച മനുഷ്യൻ എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? ഈ പ്രാർത്ഥിച്ച 7 പേരെ, ചെറുപ്പക്കാരെ, യഹൂദന്മാരെ കീഴടക്കി അവരുടെ തുണി, നമ്മളിങ്ങനെ വായിക്കാം, തുണിയെല്ലാം പറിച്ച് അവരെ ശരീരം മുഴുവൻ ആദ്യം പറിച്ചു. പിശാച് ബാധിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇരട്ടിയല്ല, അനേക ശക്തി. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. വലിയ മരത്തിന് മുകളിലൊക്കെ ചുമ്മാ ചാടിക്കയറും. പ്രായമുള്ള ആളുകളൊക്കെ ചുമ്മാ ഈ പന്ത് താഴ്ത്തിട്ട് തെറിക്കുന്ന പോലെ തെറിക്കും. ഭയങ്കര പവറും ശക്തിയൊക്കെ അവർക്ക് വരുന്നത്. പിശാച് കാണിച്ചു ഇവിടുന്ന് ഉരുണ്ട് അങ്ങേറ്റം പോലെ ഉരുളുക, പല പല വിക്രിയകൾ കാണിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നില്ല, ഇവരെ എന്ത് ചെയ്തു? കീഴടക്കി ജയിച്ചു. അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈശാചിക ശക്തികളെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആർക്ക്? മഹാപുരോഹിതനായ സ്കേവയുടെ മക്കൾക്ക്. അത് വായിക്കാൻ, താഴത്തേക്ക് വായിക്കാം. നമ്മൾ വായിച്ചതിന്റെ 15-ന്റെ താഴെ 15-ോട്ട് വായിക്കാം. നമ്മൾ ആദ്യം വായിച്ചാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, ഇവർ ആരായിരുന്നു? ഈ അതിനുവേണ്ടി പൈശാചിക ശക്തികൾക്കെതിരെ ചെന്നത് ആരായിരുന്നു? ആ നാട്ടിലെ മഹാപുരോഹിതന്റെ മക്കളായിരുന്നു. ഏറ്റവും വലിയ പദവിയുള്ളവർ. വെള്ളക്കുപ്പായം, ഞാനിടുന്ന പോലെ വലിയ വെള്ളക്കുപ്പായ, അല്ലെങ്കിൽ ഇച്ചിനോടെ നല്ല ഇപ്പോ ആദ്യം എന്തോ ദേവദാസ് പറഞ്ഞ പോലെ സമുദായത്തിലാണെങ്കിൽ ഇപ്പോ നാളെ എന്റെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ വളരെ അടുത്ത വീട്ടിലൊരു രോഗിയെ കാണാനും ഒക്കെ ചെന്നപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ എൻ്റെ കൂടെ സെമിനാരി പഠിച്ചതാണ്. പുള്ളി കുറച്ചാൾ പഠിച്ചിട്ട് പിന്നെ അമേരിക്കയ്ക്ക് പോയി. അപ്പൊ പുള്ളിയെ കണ്ടപ്പോ ഒരു വയലറ്റ് നിറമുള്ള ബെൽറ്റ് കെട്ടി, ഇച്ചിരി പൊക്കമുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ച്
കഴുത്തിലൊരു കുരിശുമാല, ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ മാല. ആരാന്നറിയാമോ ആ പോസ്റ്റ്? ശരിക്കും യാക്കോബായ സിസ്റ്റർ അറിയുന്നത് കോറപ്പിസ്കോപ്പ എന്ന് പറയും. അപ്പോ ഇതൊക്കെ നമുക്ക് ചിലപ്പോ കിട്ടിപ്പോയാല് നമ്മളാ കൂടെ ഇപ്പൊ എസ് പറഞ്ഞപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. നമുക്ക് ചിലപ്പോ അങ്ങനെ നിന്നെങ്കിൽ കിട്ടിപ്പോയാലേ. പക്ഷെ ഒരു കാര്യമില്ല അതിലൊന്നും. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ അതുകൊണ്ട് ഒരു വിലയും. ദൈവത്തിന്റെ മുമ്പിൽ വില എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് പറ്റിയിരിക്കുക. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിധിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നു, മഹാപുരോഹിതനായ സ്കേവയുടെ 7 മക്കൾ ഒരു സംഘം ചേർന്ന് വന്നു. അവർ അധികാരത്തോടെ വന്നു, സ്വാധീനത്തോടെ വന്നു. പക്ഷേ പിശാചി ചോദിച്ചു, ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന പിശാചി ചോദിക്കുക, പൗലോസിനെ പരിചയമുണ്ട്, യേശുവിനെ അറിയാം, then who are you? നിങ്ങളാരാണ്? മാത്രമല്ല അവരുടെ മേൽ ചാടിയുടെ വസ്ത്രമെല്ലാം പറിച്ച് കീറിക്കളഞ്ഞ് അവരെ മാന്തി പൊളിച്ച് അവര് അവിടുന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? അവിടുന്ന് സ്ഥലം വിട്ട് ഓടേണ്ടി വന്നു. ഇന്ന് മകൻ ഞാൻ പറയട്ടെ, ദുഷ്ടനെ ജയിക്കാൻ ദൈവികമായ സംരക്ഷണം കിട്ടാനായിട്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഒരു സ്ഥാനം കൊണ്ടോ സ്വാധീനം കൊണ്ടോ പണം കൊണ്ടോ പദവി കൊണ്ടോ നിറം കൊണ്ടോ പൊക്കം കൊണ്ടോ വണ്ണം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഉയർന്ന ജോലി കൊണ്ടോ ഒന്നും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളാം, നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് പിശാചിനെ ജയിക്കാമെന്ന് കരുതണ്ട. അത് എന്തിനാണേ സാധ്യമാകുന്നുള്ളൂ? ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് പറ്റിയിരിക്കുമ്പോഴാണ് ദൈവികമായ സംരക്ഷണം ദൈവം നമുക്ക് തരുന്നത്. എന്റെ കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം.